PC ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയേഴ്സ്. അപ്പോൾ 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് വിപരീത പദങ്ങളെക്കുറിച്ചാണ്. ഒരു 25 വിപരീത പദങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അച്ഛം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ബി ആണ് ആൻസർ. അനച്ഛം ആണ്. അച്ഛം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി അനച്ഛമാണ്. രണ്ടാമത്തെ, അമരം എന്നതിൻ്റെ വിപരീതം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അണിയമാണ്. അമരം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി അണിയമാണ്. അമരം എന്നതിൻ്റെ വിപരീത പദം അണിയം. അടുത്തത് മൂന്നാമത്തെ, അഗ്രജൻ എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡി ആണ്, അവരജൻ. ഏതാണ്? അഗ്രജൻ, അവരജൻ. അടുത്തത്, അസ്തമയം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. നാലാമത്തെ ഓപ്ഷൻ സി ആണ്, നമുക്കറിയാം ഉദയമാണെന്ന്. അടുത്തത്, ആധാനത്തിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, പ്രധാനം. ആധാനത്തിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ എ, പ്രധാനം. അടുത്തത്, ആന്തരം എന്നതിൻ്റെ വിപരീതമായി വരുന്ന പദം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, ബാഹ്യം. ആന്തരം പറഞ്ഞാൽ ഉള്ള്, ബാഹ്യം പറഞ്ഞാൽ വെളി. അതുപോലെ താഴെ നൽകിയ ജോഡികളിൽ തെറ്റായത് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആയം, അതിൻ്റെ തന്നിട്ടുള്ള വ്യയം. അതുപോലെ ഉൽപ്പതിഷ്ണു, അതുപോലെ അനുൽപ്പതിഷ്ണു, ഉജ്ജ്വലം, അലസം, ഔഷരം, ഉർവരം. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നൽകിയ ജോഡികളിൽ തെറ്റായത് ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ്, ഉത്തപ്തിഷ്ണു, അതിൻ്റെ അനുപ്തിഷ്ണു, അതാണ് തെറ്റായ ജോഡി. അടുത്തത്, ഋജു എന്നതിൻ്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ്. എട്ടാമത്തെ ഓപ്ഷൻ സി ആണ്, വക്രമാണ്. അടുത്തത് ഒമ്പതാമത്തെ, കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, കൃതജ്ഞത. അടുത്തത്, ഉദാരൻ എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. പത്താമത്തെ സി ആണ് ആൻസർ, കൃപണൻ. പുരോഗതി എന്നതിൻ്റെ വിപരീത പദം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, പശ്ചാത്തി. അടുത്തത് 12ാമത്തെ, മോദം എന്ന വാക്കിൻ്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ്. 12ാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? ഖേദം. മോദം, ഖേദം മോദം എന്ന വാക്കിൻ്റെ വിപരീതം ഏതാണ്? ഖേദമാണ്. അടുത്ത 13ാമത്തെ നമുക്ക് നോക്കാം. വിശാലം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഇത് സങ്കുചിതം. അടുത്ത 14ാമത്തെ, തെറ്റായ വിപരീത പദം രേഖപ്പെടുത്തിയ ജോഡി ഏതാണ് എന്നുള്ളതാണ്. ഉജ്ജ്വലം, അലസം. ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ഉദ്ദതം, ശാന്തം. ഓപ്ഷൻ സി സ്ഥാവരം, അസ്ഥാവരം. ഓപ്ഷൻ ഡി കൃശം, മേതുരം. ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ വിപരീത പദമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 14ാമത്തെ സി ആണ് ആൻസർ, സ്ഥാവരം, അസ്ഥാവരം. അടുത്തത്, ഗൗരവം എന്നതിൻ്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ്. 15ാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ലാഘവം. അടുത്ത 16ാമത്തെ നോക്കാം. ത്യാജ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. 16ാമത്തെ ഓപ്ഷൻ എ ആണ്, ഗ്രാഹ്യം. അടുത്തത്, വിപരീത പദം കണ്ടെത്തുക. ദൃഢത്തിൻ്റെയാണ് വിപരീത പദം നമുക്ക് കണ്ടെത്താനായിട്ട് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ഏതാണ്? ശിഥിലമാണ്. അടുത്തത്, ഉത്തരം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. ഡി ആണ് ആൻസർ, ദക്ഷിണം. അടുത്തത് 19ാമത്തെ, ഉത്കൃഷ്ടം എന്നതിൻ്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ്. 19ാമത്തെ ഓപ്ഷൻ എ ആണ്, അപകൃഷ്ടം. അടുത്തത് നോക്കാം. 20ാമത്തെയാണ്, മിഥ്യ എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് എന്നുള്ളതാണ്. 20ാമത്തെ ഓപ്ഷൻ സി ആണ്, തത്യ. മിഥ്യ, തത്യ. അടുത്തത് 21ാമത്തെ നമുക്ക് നോക്കാം. ക്ഷണികം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. 21 സി ആണ് ആൻസർ, ശാശ്വതം. ക്ഷണികം, ശാശ്വതം. അടുത്തത് 22ാമത്തെ, ജാഗരണം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സുഷുപ്തിയാണ്. ജാഗരണം, സുഷുപ്തി. അടുത്തത്, സ്തുതി എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? 23ാമത്തെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, നിന്ന. സ്തുതി എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ബി, നിന്നയാണ്. അടുത്തത്, രഹിതം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. രഹിതം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്താനാണ്. ഓപ്ഷൻ ഡി ആണ്, സഹിതം. അടുത്തത്, വിപരീത പദം എഴുതുക. ഏതിൻ്റെയാണ്? ഉഗ്രത്തിൻ്റെയാണ് വിപരീത പദം എഴുതേണ്ടത്. 25ാമത്തെ ബി ആണ്, ശാന്തം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്